ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ നിന്ന് ഞങ്ങൾ വൈസാഗിലേക്കുള്ള യാത്രയാണ് കേട്ടോ. കാലത്ത് 6 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഏകദേശം 6:50 7 മണിയോടടുത്തായി. വാളയാറ് വരെ ഞങ്ങൾക്ക് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ സുഖമായിട്ട് എത്താൻ പറ്റിയെങ്കിലും അതിന് ശേഷമായിരുന്നു ശരിക്കുള്ള യാത്ര. വാളയാർ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായി. നേരത്തെ എണീറ്റുകൊണ്ടതിന് വിശപ്പും നല്ലോണം ഉണ്ടായിരുന്നു. അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ടർക്കിയും പട്ടിക്കുട്ടികളും പാർക്കും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. മക്കൾക്ക് ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു ആംബിയൻസ്. പക്ഷെ ഫുഡ് കിട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായെങ്കിലും വൈബ് പൊളിയായിരുന്നു. അവിടെ നിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. കോയമ്പത്തൂർ വരെ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു ഞങ്ങൾ. കോയമ്പത്തൂർ മുതൽ കോയമ്പത്തൂർ, ഈറോഡ്, സേലം, ധർമ്മപുരി എത്തുന്നവരെ ശരിക്കും പെട്ടുപോയി. ഒരു തരത്തിലും വണ്ടി നീങ്ങുന്നേയില്ല, അത്രയ്ക്ക് ട്രാഫിക്കായിരുന്നു. 6:50 പുറപ്പെട്ട ഞങ്ങൾ 11:45 കഴിഞ്ഞിട്ടും കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും മടുത്തു തുടങ്ങിയ അപ്പം തന്നെ യാത്ര. ഉച്ചയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് എല്ലാം നല്ല ഇഷ്ടമാണേ. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞ് ഒരു ധർമ്മപുരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നിയപ്പോൾ വണ്ടി ഒന്ന് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. ഞങ്ങളൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്രാവശ്യം തിരിച്ച് വൈസാഗിലോട്ട് കുറച്ച് കൂടുതൽ ദൂരം ഞാൻ ഡ്രൈവ് ചെയ്തു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല റോഡാണ്. ഓടിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. പിന്നെ നല്ല പാട്ടും കൂടെ ആയാലോ. പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണല്ലേ. ഇത് തമിഴ്നാട് ആന്ധ്ര ബോർഡറാണേ. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം നേരെ തിരുപ്പതി ആയിരുന്നു. വരുമ്പോഴും ഞങ്ങൾ തിരുപ്പതിയിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പോകുമ്പോഴും അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. വൈസാഗിലോട്ടുള്ള യാത്രയുടെ പകുതി ദൂരം കഴിഞ്ഞതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി നാളെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്നൊരു ഫീല് നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ ശരിക്കും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് നല്ലോണം ഡ്രൈവിങ് ആസ്വദിച്ച് വന്നു. വൈസാഗിലോട്ട് 1400 കിലോമീറ്റർ ഉണ്ട്. അതിൽ തിരുപ്പതി വരെ ഏകദേശം 650 കിലോമീറ്ററോളം ഞങ്ങൾ കവർ ചെയ്തു. ഇനി നാളെ വേണം ബാക്കി 750 കിലോമീറ്റർ കവർ ചെയ്യാൻ. അപ്പോഴേക്കും ഏകദേശം വിശപ്പ് തുടങ്ങി. ഇനി ഹോട്ടലിൽ ഫുഡ് ഉണ്ടാവുമെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് ഹോട്ടലിൽ നിർത്തിയിട്ടാണ് ഫുഡ് വാങ്ങിക്കാൻ. മോൾക്ക് പിന്നെ ഏത് സ്ഥലം കിട്ടിയാലും അവൾ ഡാൻസ് ചെയ്യും. 8 മണി കഴിഞ്ഞു. ഞങ്ങൾ തിരുപ്പതിയിൽ എത്താറായി. പോകുന്ന വഴി കുറച്ച് ദൂരമൊക്കെ ഒരു വിജനമായ സ്ഥലമാണ് കേട്ടോ. അധികം വണ്ടികളൊന്നുമില്ലാതെ ആ ഏരിയ മാത്രം കുറച്ചൊരു പേടി തോന്നും നമുക്ക്. തിരുപ്പതിയിൽ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 4:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടാ. കാരണം നാട്ടിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ എത്താനും ട്രാഫിക് കാരണം ഇവിടെ എത്താനും തിരുപ്പതിയിൽ എത്താനും കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ടൈമിന് തന്നെ ഇറങ്ങാമെന്ന് വെച്ച് 4:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. മക്കളൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ബാക്ക് സീറ്റിൽ കിടന്നിട്ട്. പക്ഷേ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. മൊത്തത്തിലൊരു തണുപ്പും ഫോഗും നല്ല രസമുണ്ടായിരുന്നു. യാത്രയും ഒരു പ്രത്യേക രസമായിരുന്നു. കാലത്ത് നല്ല ഭക്തിഗാനമൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ തന്നെ നല്ല രസമാണ്. കാലത്ത് ഭക്തിഗാനം ഓരോ മൂഡനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞാൽ മെലഡി സോങ് ആവും, പിന്നെ എവർഗ്രീൻ ഹിറ്റ്സ് ആവും, പിന്നെ കുറച്ച് അടിച്ചുപൊളി സോങ് ആവും. അങ്ങനെ എല്ലാ പാട്ടും മിക്സ് ചെയ്ത് വരും കേട്ടോ. ഞങ്ങൾക്ക് പാട്ട് ഫുൾ ടൈം വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ഡ്രൈവ് ചെയ്യുക. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ പാട്ട് കേട്ടിട്ട് പോകാൻ. വഴിയരികിൽ കണ്ടൊരു കഫേയിൽ ഞങ്ങൾ നിർത്തിയിട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല ഫുഡുമായിരുന്നു, നല്ല സർവീസായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ റോഡ് കണ്ടപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇതെന്താ റൺവേ പോലെ ഉണ്ടല്ലോ എന്ന്. സത്യമായിട്ടും അത് ഏകദേശം റൺവേയുടെ ഒരു ലുക്കൊക്കെ ആയിരുന്നു ആ റോഡിന്. ധർമ്മപുരി തൊട്ടിട്ട് നല്ല റോഡാട്ടോ. റോഡ് എന്ന് പറഞ്ഞാലും പറയും, നല്ല ടോള് കൊടുത്താലും നമുക്ക് നല്ല റോഡുകൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. ഡ്രൈവിങ്ങും സുഖമായിരിക്കും, യാത്രയും സുഖമായിരിക്കും. ഉച്ചവരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. ഉച്ചയായപ്പോൾ നല്ല വിശപ്പ് തുടങ്ങിയപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഫുഡൊന്നും ആന്ധ്ര ഫുഡൊന്നും നമുക്ക് അത്ര ഇഷ്ടാവില്ല, എന്നാലും കഴിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. പിന്നെയും ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. ഞാനും ഹസ്സും മാറി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു.
നാട്ടിലേക്ക് പോകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണെങ്കിലും തിരിച്ച് വൈസാഗിലോട്ട് വരണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എത്ര ഓടിച്ചിട്ട് ഞങ്ങൾക്ക് എത്തുന്നേ ഉണ്ടായിരുന്നില്ല. വണ്ടി ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയം തോന്നി. ഓടിച്ചിട്ടും ഞങ്ങൾക്ക് എത്ര നോക്കിയാലും കിലോമീറ്ററുകളും സമയവും കൂടുന്നല്ലാതെ കുറയുന്നതേ ഉണ്ടായിരുന്നില്ല. ആന്ധ്രയിലോട്ട് കയറി കഴിഞ്ഞ് ഇതുപോലെ ധാരാളം മലകൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ മരങ്ങളെക്കാളും കൂടുതലും കല്ലുകളാണ് മലയിൽ മൊത്തം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ച കുറവല്ലേ. മക്കളെ ഇടയ്ക്ക് നല്ല ഉറക്കമാവും, ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞാൽ നല്ല കളിയാവും. അത് കഴിഞ്ഞ് ഓരോ തമാശകളും പാട്ടും ഒക്കെ പാടി യാത്രയൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. നല്ല സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി 8 മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലെത്തി, അതായത് വൈസാഗിലെത്തി. അപ്പോൾ നല്ലൊരു യാത്ര തന്നതിന് ദൈവത്തിന് നന്ദി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബായ്.